ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സർവ്വമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അവൻ്റെ ജനന സമയത്ത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് പകരമായി കാൽവറിലെ ക്രൂശിൽ മരിച്ചു. അരിമത്തിയിലെ യോസെഫിൻ്റെ കല്ലറയിലാണ് അവനെ അടക്കം ചെയ്തത്. അതുകൊണ്ടാണ് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്കും കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് നാം വായിക്കുന്നത്. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചിട്ട് അടക്കപ്പെട്ട് 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവനിലുള്ള വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിക്കുവാൻ, ദൈവ പൈതലായി തീരുവാൻ നിങ്ങൾക്കും സാധിക്കും. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.